മദ്രാസ് റബ്ബർ ഫാക്ടറി അഥവാ MRF ടയേഴ്സ് 1946 വിഷണറിയായ മലയാളി സംരംഭകൻ KM മാമൻ മാപ്പിള ചെന്നൈ ആസ്ഥാനമായി സ്ഥാപിച്ച കമ്പനി. 64,000 കോടിയുടെ വിപണി മൂല്യം, 1.5 ലക്ഷം കടക്കുന്ന ഓഹരി മൂല്യം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള ഓഹരി. സ്കൂട്ടറുകൾ മുതൽ ഏവിയേഷൻ മേഖല വരെ ഇന്ന് MRF ടയറുകൾ ഉപയോഗിക്കുന്നു. പ്രധാനമായും ഇന്ത്യൻ എയർഫോഴ്സ്, സുഖോയ്, മിഗ്, തേജസ് തുടങ്ങി എല്ലാ യുദ്ധവിമാനങ്ങളിലും MRF ടയറുകളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം MRFന് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കസ്റ്റമറെ അടുത്തിടയ്ക്ക് കിട്ടി. കൊൽക്കത്തയിലെ ജഗന്നാഥ പ്രഭുവിൻ്റെ രഥയാത്രയിൽ ഉപയോഗിക്കുന്ന ടയറുകൾക്ക് MRF കമ്പനിയെയാണ് ഇസ്കോൺ സമീപിച്ചത്. 1972 കൊൽക്കത്ത ആസ്ഥാനമായി ഇസ്കോൺ രഥയാത്ര ആരംഭിച്ചത്. 1977 അമേരിക്കയിൽ നിന്നുള്ള ഒരു ഭക്തർ തടികൊണ്ട് നിർമ്മിച്ച കൂറ്റൻ രഥം ഇസ്കോണിന് സമർപ്പിക്കുന്നു. ഇതിൽ ഉപയോഗിച്ചതാവട്ടെ ബോയിങ് വിമാനത്തിൻ്റെ ടയറുകൾ. കൊൽക്കത്ത ആസ്ഥാനമായ ഡൺലോപ്പ് കമ്പനിയാണ് ഈ ടയറുകൾ നിർമ്മിച്ച് നൽകിയിരുന്നത്. 50 വർഷത്തിനിപ്പുറം കഴിഞ്ഞ വർഷം പൂർണ്ണമായും ഈ ടയറുകൾ ഉപയോഗശൂന്യമായി. ഇതോടുകൂടി ജഗന്നാഥ പ്രഭുവിൻ്റെ രഥത്തിൽ ഉപയോഗിക്കാൻ പുതിയ ടയറുകൾ ഇസ്കോൺ തേടുകയായി. ഇപ്പോൾ ഡൺലോപ്പ് കമ്പനി നിലവിലില്ല. അതുകൊണ്ട് തന്നെ ബോയിങ് ടയറുകൾ ലഭ്യമല്ല. 4 മീറ്റർ വ്യാസമുള്ള വിമാന ടയറുകൾ തന്നെ വേണം. MRF ആണ് നിലവിൽ ഈ ടയറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ കമ്പനി. അത് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സും. മണി കൂടാതെ തന്നെ MRFനെ ഇസ്കോൺ സമീപിക്കുന്നു. ഇത്തരത്തിൽ തങ്ങളുടെ രഥത്തിൽ ഉപയോഗിക്കാൻ IAF സുഖോയ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ടയറുകൾ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ആദ്യം MRF ഈ ആവശ്യം കേട്ട് അല്പം വിസ്മയിച്ചു. തുടർന്ന് ഒരു ടീമിനെ ഈ ആവശ്യം പരിഗണിക്കാൻ അവർ കൊൽക്കത്തയിലേക്ക് അയക്കുന്നു. ആവശ്യം വളരെ ജെന്യൂനാണെന്ന് MRFന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ 4 ടയറുകൾ വൈകാതെ കമ്പനി ഇസ്കോണിന് നൽകുന്നു. 1,70,000 രൂപയായിരുന്നു ഓരോ ടയറുകൾക്കും. കഴിഞ്ഞ ജൂലൈ ഈ 4 ടയറുകൾ പിടിപ്പിച്ച ജഗന്നാഥ പ്രഭുവിൻ്റെ രഥം കൊൽക്കത്തയിലെ തെരുവീഥികളിലൂടെ ഉരുണ്ടു. അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിന് പുറമെ MRFൻ്റെ രണ്ടാമത്തെ കസ്റ്റമറായി ജഗന്നാഥ പ്രഭു. വിശ്വാസ്യതയുടെ പ്രതീകമായി MRF ടയറുകൾ മാറുന്നതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തം.